എല്ലാവർക്കും സ്നേഹത്തോടെ ശിവസ്മ ചാനലിലേക്ക് സ്വാഗതം ട്ടാ. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്ന വഴി ഏതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബന്ദിപ്പൂര് മുതുമല മസിനോടി റൂട്ട്. ഈ വീഡിയോ പ്ലേ നമ്മുടെ കഴിഞ്ഞ വീഡിയോകളുടെ തുടർന്നുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോകൾ സ്ഥിരമായിട്ട് കാണുന്നവർക്കറിയാം. ഇനി പുതുതായിട്ട് വീഡിയോ കാണുന്നവരോട് പറയുന്നു, നമ്മളിപ്പോൾ ഊട്ടിയിലോ അല്ലെങ്കിൽ വയനാട്ടിലോ വന്നു കഴിഞ്ഞാൽ ഊട്ടി വയനാട് എങ്ങനെ കണക്ട് ചെയ്ത് പോകാം നമ്മുടെ വീഡിയോകളിൽ പറയുന്നത്. അപ്പോൾ ഈ കഴിഞ്ഞ വീഡിയോകളൊക്കെ നമ്മുടെ തൃശ്ശൂരിൽ തൊട്ട് വയനാടിൻ്റെ കുറേ ഭാഗങ്ങൾ പരിചയപ്പെടുത്തി മുത്തങ്ങ കൂടി കടന്ന് ഗുണ്ടൽപേട്ടിലെത്തി അവിടെ നിന്ന് തുടർന്നുള്ള വീഡിയോ ഉണ്ടത്. അപ്പോൾ വയനാടിൽ നിന്ന് ഊട്ടിയാണ് കണക്ട് ചെയ്യുന്നത്. ഗുണ്ടൽപേട്ടിൽ നിന്ന് നമ്മൾ കുറേ ഇങ്ങോട്ട് പോന്നു കഴിഞ്ഞാൽ നമുക്ക് ആദ്യത്തെ കാടുകളാണ് ബന്ദിപ്പൂർ കാടുകളുണ്ടാ. നമ്മളീ പോണ സൈഡൊക്കെ കണ്ടില്ലേ, ഫോറസ്റ്റുകാർ കത്തിച്ചിട്ടുണ്ട്. കാട്ടുതീര് പ്രശ്നമാണല്ലോ. പിന്നെ നമ്മളെ ഈ റൂട്ട് പോകുമ്പോഴേ കൂടുതൽ കാണാതിരിക്കുന്നത് കടുവയായിരിക്കും. എന്നുവെച്ചാലേ മുതുമലയും ബന്ദിപ്പൂരും രണ്ടും ടൈഗർ റിസർവ് അല്ലേ. അപ്പം എല്ലാവരും കൂടുതൽ പ്രതീക്ഷിക്കുന്നത് കടുവയായിരിക്കും. പിന്നെ ഇന്ത്യയിലെ കടുവയുടെ എണ്ണത്തിൽ 2ാം സ്ഥാനമാണ് ബന്ദിപ്പൂരിന് തന്നെ അറിവ്. അപ്പം ഈ എണ്ണൊക്കെ കൂടുമ്പോൾ കടുവെടുക്കുന്ന റോഡിൻ്റെ സൈഡിൽ വന്നതോടല്ലേ ഒന്ന് കാണാനാണ്. നമ്മളെല്ലാവരും ഇപ്പോൾ കാടിനുള്ളിൽ കൂടെ വഴി കൂടെ പോയിട്ടുണ്ടാവും. പക്ഷെ കടുവനെ കണ്ടുകിട്ടാന്നുള്ളതേ എളുപ്പമല്ല, ശരിയല്ലേ? ഇപ്പോൾ മറ്റുള്ള മൃഗങ്ങൾ എങ്ങനെയൊക്കെ കാണുന്നത് വിചാരിക്കുക. ശരിക്കും ഇവനെ കാട്ടി വെച്ച് കാണാണ് ശരിക്കുള്ള നല്ലൊരു കാഴ്ച. അപ്പോൾ കാടിനുള്ളിലേക്ക് നോക്കി നല്ല ഓറഞ്ചും കറുപ്പും നിറഞ്ഞ വരകളുണ്ടോ എന്ന് നോക്കിയിട്ടാണ് നമ്മൾ പോകുന്നത്. പിന്നെ കടുവകളെ നമുക്ക് കാണാൻ പറ്റില്ലെങ്കിലും കടുവകൾ തന്നെയാണ് ഇവിടുത്തെ മെയിൻ താരം. അപ്പോൾ കണ്ടില്ലെങ്കിലും ഈ മുതുമല ബന്ദിപ്പൂർ കാടുകളെ കടുവ കാടുകൾ നമുക്ക് തന്നെ വിശേഷിച്ച് പോവാം. അപ്പോൾ അതെ ഈ ഭാഗം നോക്കിയേ, ബന്ദിപ്പൂരിൻ്റെ കാടിനുള്ളിലേക്ക് പോകാനുള്ള സഫാരി നടത്താനുള്ള സഫാരി സെൻറ്റർ. അത് നമ്മൾ വേറെ കാശ് ചിലവാക്കി പോകണം. നമുക്ക് കടുവയെ കാണണമെങ്കിൽ നമുക്കൊരു കാഴ്ച ഭാഗ്യം ഉണ്ടെങ്കിൽ കടുവ നമ്മുടെ വണ്ടിയുടെ മുന്നിൽ തന്നെ വരും എന്നുള്ള ശുഭപ്രതീക്ഷയാണ് എനിക്ക്. അതിനിപ്പോൾ ഇല്ലാത്ത കാശ് ചിലവാക്കി പോകേണ്ട ഒരു കാര്യമില്ല. പിന്നെ എല്ലാവരും വിചാരിച്ചു കഴിഞ്ഞാൽ ഈ സഫാരി സെൻറ്ററൊക്കെ പൂട്ടി പോകണ്ട. നമ്മൾ ബഡ്ജറ്റിന് നമ്മളിങ്ങനെ പോകണം. കാശുണ്ടാകുമ്പോൾ പോവാം. ശരിക്കും അവരെ വണ്ടിയിലൊക്കെ പോകുമ്പോൾ കാടിനുള്ളിൽ കൂടെയൊക്കെ പോകുമ്പോൾ കടുവനെ കാണാം, കൂടുതൽ ഒരു പ്രതീക്ഷ ഉണ്ടാവും. പക്ഷെ കാഴ്ച ഭാഗ്യണെങ്കിൽ കടുവ എവിടെയും വരില്ല അല്ലേ. അപ്പം നമ്മളിപ്പോൾ ഈ പോണ വഴിയൊക്കെ സൈഡൊക്കെ അത്യാവശ്യം നല്ല കാടുകളാണ് ചേട്ടാ. ഇവിടെ വാഹനങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് പോകണോണ്ട് ഇവയൊന്നും പെട്ടെന്ന് ഈ ഭാഗത്തേക്ക് വരാൻ സാധ്യത കുറവാണ്. മറ്റേത് കാടിനുള്ളിലേക്ക് ഇടയ്ക്ക് ഇങ്ങനെ ഒരു വണ്ടിയിലേ പോകണുള്ളൂ. അപ്പോൾ കടുവകളെ കാണാൻ കൂടുതൽ ചാൻസ് ഉണ്ടാവും. അതാണ് നമ്മളിപ്പോൾ ഈ പോണ വഴിയും അതിൻ്റെ ഉള്ളിലേക്ക് പോണ വഴിയും തമ്മിലുള്ള വ്യത്യസ്തത. ഇപ്പം നമ്മളിപ്പോൾ പോണ വഴിയൊക്കെ കടുവയുടെ ടെറിട്ടറി ഏരിയയിൽ തന്നെയായിരിക്കും. ശരിക്കും നമ്മളൊക്കെ ഇങ്ങനെ പോകുമ്പോൾ കടുവ ചിലപ്പോൾ നമ്മളെ കാണുന്നുണ്ടായിരിക്കും, പക്ഷെ നമ്മൾ കാണുന്നില്ലെന്നുള്ളൂ. നോക്കിയേ, കാടിനുള്ളിൽ കൂടെ നോക്കിയേ, നല്ല മനോഹരമായ നല്ല വലിയ റോഡ് കിട്ടാ. നല്ല റോഡാണ്, ഒരു കുണ്ടും കുഴികളൊന്നും ഇല്ല. ഇടയ്ക്ക് മാത്രം ഒരു ഹമ്പോള് മാത്രമേ ഉള്ളൂ ഈ വഴിക്ക്. പിന്നെ ഈ വഴിക്ക് പോകുമ്പോൾ ഹമ്പോൾക്ക് അത്യാവശ്യം നല്ല ഗ്യാപ്പ് ഉണ്ട് കേട്ടോ. നമ്മൾ നേരത്തെ മുത്തങ്ങ കൂടി വരുമ്പോഴാണ് കൂടുതൽ ഹമ്പോള് കിട്ടുക നമുക്ക്. ശരിക്കും പറഞ്ഞാലേ വളരെ അടുപ്പിച്ച ഹമ്പോളാണ്. നമ്മളെ ക്ലച്ചൊക്കെ ചവിട്ടി കാല് കഴിക്കും. പിന്നെ ഓട്ടോമാറ്റിക് വണ്ടീന് പിന്നിൽ കുഴപ്പമില്ല. എന്നാൽ ഈ ഹമ്പോൾ അടുപ്പിച്ച് വരുന്നതേ യാത്രയുടെ സുഖം അങ്ങോട്ട് പോകും. കാര്യം മൃഗങ്ങളെ സേഫ്റ്റിക്ക് വേണ്ടിയാണ്, എന്നാലും കുറച്ച് ഗ്യാപ്പ് വരുത്തേണ്ടായിരുന്നു. പിന്നെ ഈ വഴിക്കുമ്പോഴേ കൂടുതൽ മാനുകൾ കാണുന്ന ഒരു ഭാഗമുണ്ട് കേട്ടോ. അപ്പോൾ ദേ ഒരു കവാടം കണ്ട. അപ്പോൾ ദേ കവാടത്തിന് മേലെ 2 പുലിയുടെ 2 പ്രതിമകൾ, നല്ല ഭംഗിയില്ലേ. അപ്പോൾ നമ്മൾ കടന്നു വന്ന വഴികൾ ബന്ദിപ്പൂർ കാടുകളായിരുന്നു. അപ്പോൾ ഈ കവാടം തൊട്ട് മുതുമല കാടുകളാണ്. ശരിക്കും നമ്മളെ ഈ റൂട്ടിലെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടല്ലോ, വയനാട്ടിൽ നിന്ന് ഊട്ടി കണക്ട് ചെയ്യുമ്പോൾ 3 കാടുകൾ നമ്മൾ കണക്ട് ചെയ്ത് പോകും. അപ്പോൾ ആ 3 കാടുകളെ നമുക്ക് കടുവ കാടുകൾ എന്ന് വിശേഷിപ്പിക്കാം. മുത്തങ്ങ, ബന്ദിപ്പൂർ, മുതുമല 3 കാടും ടൈഗർ റിസർവാണ്. അപ്പം 3 കാട്ടിലെ താരം കടുവ തന്നെ, പക്ഷെ കാണാൻ പറ്റില്ലെന്നുള്ളൂ. ശരിക്കും ഇരുട്ട് വീണാലൊക്കെ ഈ വഴിക്ക് പോകുമ്പോൾ ചിലപ്പോൾ കാണാൻ ചാൻസ് ഉണ്ട്, പക്ഷെ ആ നേരത്തൊന്നും വണ്ടികൾക്കൊന്നും പാസിങ് ഇല്ലാന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ മുതുമല കാടിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോൾ ഇവിടെ ചെക്ക് പോസ്റ്റൊക്കെ ഉണ്ട്. നമ്മളെ വയനാട്ടിൽ നിന്ന് ഊട്ടിക്ക് പോകുമ്പോഴേ 3 സംസ്ഥാനങ്ങളായിട്ട് നമ്മൾ കണക്ട് ചെയ്യുന്നത്. 3 സംസ്ഥാനങ്ങളെ കാടാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. അതായത് കേരളത്തിൻ്റെ മുത്തങ്ങ ആദ്യം കിട്ടും, പിന്നെ വരുന്നത് കർണാടകയിലെ ബന്ദിപ്പൂര്, അത് കഴിഞ്ഞാൽ തമിഴ്നാടിൻ്റെ മുതുമല. അപ്പോൾ വയനാട്ടിൽ നിന്ന് ഊട്ടിക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ ഊട്ടിയിൽ നിന്ന് വയനാട്ടിലേക്ക് വരുമ്പോൾ ഈ നല്ല 3 കാടുകൾ, നല്ല മനോഹരമായ കാടുകൾ നമുക്ക് കിട്ടും. അപ്പോൾ ഇനി പോവാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഈ റൂട്ടൊന്ന് പരീക്ഷിച്ച് നോക്കുക. മൃഗങ്ങളൊന്നും കണ്ടില്ലെങ്കിലും പ്രകൃതിയുടെ നല്ലൊരു കാഴ്ച അനുഭവം ഈ വഴിക്കും ഉണ്ടാവും. ഇനിയിപ്പോൾ ഈ റൂട്ടൊന്നും പോവാത്തവരൊക്കെ ഉണ്ടെങ്കിൽ നമ്മളിപ്പോൾ വയനാട് വരികയാണെങ്കിൽ നമ്മളിപ്പോൾ വയനാട് ഇപ്പോൾ അത്യാവശ്യം ഒന്ന് കണ്ടു കഴിഞ്ഞാൽ തിരിച്ച് ആ വന്ന വഴിക്ക് തന്നെ പോവാണ്ട് നമുക്ക് കറക്കം മതിയായിട്ടില്ല എന്ന് തോന്നിയെങ്കിൽ നമുക്ക് ലാസ്റ്റ്
വയനാടിൻ്റെ ബത്തേരി പിടിച്ച് മുത്തങ്ങ കൂടി കടന്ന് ഗുണ്ടൽപേട്ട് കൂടി വന്ന് നമുക്കിതേ ഞാനിപ്പോൾ ഈ കാണിക്കുന്ന റൂട്ട് നമുക്ക് കടക്കാം. അപ്പോൾ നമ്മൾ ഈ ഫോറസ്റ്റ് റൂട്ട് രണ്ടായിട്ട് തിരിയും കുറച്ച് കഴിയുമ്പോൾ. അപ്പോൾ ഇതേ കുറച്ച് ഭാഗങ്ങൾ കഴിഞ്ഞാൽ നിങ്ങൾക്ക് തെപ്പേക്കാട് എന്ന് പറഞ്ഞ സ്ഥലം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ തെപ്പേക്കാട് നിന്ന് റൈറ്റ് പോയി കഴിഞ്ഞാൽ ഗൂഡല്ലൂരിൽ നിന്ന് നാടുകാണി വഴി നമുക്ക് നമ്മുടെ കേരളത്തിലേക്ക് എത്താം. സ്ട്രെയിറ്റ് നമ്മുടെ ഇപ്പോഴത്തെ ട്രെൻഡായ മസീനൊടി വഴി ഊട്ടി. പിന്നെ ഊട്ടിക്ക് പോകുമ്പോൾ നമുക്ക് കുറച്ച് കാശ് ചിലവാകുന്നുള്ളൂ. അപ്പോൾ തെപ്പേക്കാട് എന്ന സ്ഥലത്ത് നമ്മുടെ കോളിസ് പാർക്ക് ചെയ്തിട്ട് ഡ്രൈവർ സ്ഥാനത്ത് നിന്ന് ഒന്ന് ഇറങ്ങിക്കാന്ന് വെച്ച് നമ്മൾ ഈ കടന്ന വഴിയിലൊന്നും വണ്ടി നിർത്താൻ പറ്റുന്ന ഭാഗങ്ങളല്ല കേട്ടോ. അപ്പോൾ ഈ റൂട്ട് വരുമ്പോൾ ഞാൻ ഈ പറഞ്ഞ സ്ഥലത്ത് വണ്ടിയൊക്കെ നിർത്തി നമുക്കൊന്ന് റിലാക്സ് ചെയ്തിട്ട് പോവാം. എന്ന് വെച്ചാൽ തെപ്പേക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ എലിഫൻറ്റ് ക്യാമ്പ് ഉണ്ട്. പിന്നെ ഇവിടെ കടകളോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. എന്ന് വെച്ചാൽ ഇവിടെ കുറച്ച് ഫോറസ്റ്റ് കുറച്ച് കെട്ടിടങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഒരു ആളനക്കുള്ള ഭാഗമാണ്. അപ്പോൾ നമ്മളിങ്ങനെ വണ്ടിയിലിരുന്ന് ഇങ്ങനെ കുറേ കാട്ടിക്കൂടെ ഇങ്ങനെ ഇരുന്ന് നമുക്ക് വണ്ടിക്ക് നിന്ന് പുറത്തേക്ക് ഇറങ്ങണം തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഈ ഭാഗത്തുനിന്ന് ഇറങ്ങി നിൽക്കാം. അപ്പോൾ നമ്മൾ തെപ്പേക്കാടൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ ഈ പോണ റൂട്ട് മസീനൊടി വഴി ഊട്ടി. അപ്പോൾ മസീനൊടി എത്തിയിട്ടില്ല. അപ്പോൾ മസീനൊടി എത്തുന്നതിന് മുമ്പുള്ള നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ് കേട്ടത്. ഒരു പ്രത്യേക തരം ഭൂപ്രകൃതിയാണ് കേട്ടോ ഈ തെപ്പേക്കാട് നിന്ന് മസീനൊടിക്ക് വരെ എത്തുന്നതിന് മുമ്പുള്ള സ്ഥലങ്ങൾ. ഈ ഭാഗത്തൊക്കെ റോഡ് കുറച്ച് താന്നിട്ടും അതുപോലെ സൈഡൊക്കെ കണ്ടില്ലേ ഉയർന്നിട്ടാണ്. ഈ ഒരു ഏരിയ വെച്ചിട്ട് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴേ വൈകിട്ട് ഒരു 6 മണിയൊക്കെ കാണും. എൻ്റെ വണ്ടിക്ക് ഓപ്പോസിറ്റ് വന്നൊരു വണ്ടിക്കാരൻ പറഞ്ഞേ പുള്ളിപ്പുലിനെ കണ്ടു. അതിങ്ങനെയായിരുന്നു. അവിടെ കുറച്ച് മാനോളി ഈ പോണ സൈഡിൽ ഇങ്ങനെ മാനോളി നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ മാനകളുടെ ഇടയ്ക്ക് പുള്ളിപ്പുലി പാഞ്ഞു വന്നു പറയുന്നു. അപ്പോൾ എനിക്ക് ഒരു ചെറിയൊരു വ്യത്യാസത്തിൽ എനിക്ക് ആ കാഴ്ച നഷ്ടമായിട്ടാണ്. ശരിക്കും പറഞ്ഞത് കാടിനുള്ളിൽ കൂടെ ഇങ്ങനെ കുറേ വഴി കൂടെ പോയിട്ടുണ്ടെങ്കിലും ഈ പുലി, കടുവ, കരടി ഇവ മൂന്നിനും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ശരിക്കും നമ്മളെല്ലാവർക്കും കാട്ടിയോടൊക്കെ പോകുമ്പോൾ ആനയും മാനും ഈ കുരങ്ങോളൊക്കെ നല്ലോണം കാഴ്ച കിട്ടും. അതുപോലെ തന്നെ കാട്ടുപോത്തിന് നമുക്ക് അത്യാവശ്യം കിട്ടും. നമ്മളിപ്പോൾ ഈ പോകുന്ന വഴിയിൽ ഞാൻ കഴിഞ്ഞ ആഴ്ച നമ്മളെ ഈ സൈഡിലൊക്കെ മിക്കയിടത്തും ആനകൾ നിന്നിരുന്നു. അന്ന് നമ്മളിതിൽ പോയ സമയത്തിൽ വൈകിട്ടായിരുന്നു. അതായത് വെയിലാറുമ്പോഴൊക്കെ വീട്ടിലൊക്കെ മിക്കതും സൈഡിലേക്ക് വരും. അപ്പോൾ ഈ കടുവയും പുള്ളിപ്പുലിയും കരടിയൊക്കെ ഇങ്ങനെ റോഡ് സൈഡിലേക്ക് ഇങ്ങനെ വരാത്തുള്ളൂ. ബൈക്കൊക്കെ ഇങ്ങനെ നമുക്ക് ഈ കാഴ്ചകൾ തരും ബൈക്കുള്ളവരൊക്കെ. ശരിക്കും പറഞ്ഞാലേ നമുക്ക് ഈ കാടിനുള്ളൊരു യാത്ര ആസ്വദിക്കാനുണ്ടല്ലോ. ഇതുപോലെ എല്ലാം നമ്മുടെ റോഡ് സൈഡിലൊക്കെ ഇങ്ങനെ വന്ന് നിൽക്കണം. അതൊന്നും നടക്കാൻ പോണ കാര്യമില്ലല്ലേ. എല്ലാത്തിനും കാണണമെങ്കിൽ മൃഗശാല തന്നെ ശരണല്ലേ. പക്ഷെ ഇവയൊക്കെ കാട്ടിൽ വെച്ച് കാണേണ്ട ഒരു ത്രില്ല് അതൊക്കെ നമുക്ക് എന്നും ഒരു ഓർക്കാൻ നല്ലൊരു രസമായിരിക്കും അല്ലേ. കണ്ട ഈ വഴിക്ക് പോകുമ്പോണ്ടല്ലേ കാടുകളൊന്നും വലിയ തിങ്ങി നിറയാത്ത കാണുന്നു കേട്ടോ. ശരിക്കും നല്ല ലോങ് സൈറ്റുള്ള കാടാണ്. തിങ്ങി നിറഞ്ഞു നിൽക്കണില്ല. മൃഗങ്ങൾക്ക് നമ്മൾ നന്നായി നോക്കി എവിടെയൊക്കെ കാണാം. പിന്നെ നമ്മളെ തെപ്പേക്കാടുന്ന് മസീനൊടി വരെ എത്തുന്ന റോഡുണ്ടല്ലോ അത് ഇത്തിരി മോശം കേട്ടോ. മോശം എന്ന് പറഞ്ഞാലേ കുണ്ടും കുഴികളൊന്നും ഇല്ല. വേറെ എന്ന് വെച്ചാലേ വീതി കുറവാണ്. പിന്നെ റോഡിൻ്റെ സൈഡ് നല്ല അഡ്ജാണ് കേട്ടോ. ഇപ്പോൾ 2 വണ്ടികളാണെന്നല്ലേ ഒരു വണ്ടി എന്തായാലും ഇറക്കി എടുക്കണം. ഗ്രൗണ്ട് ക്ലിയറൻസ് കുറഞ്ഞ വണ്ടികളെങ്കിൽ ശരിക്കും പെടും. പിന്നെ ഈ വഴിക്ക് മുമ്പിൽ ശരിക്കും അങ്ങോട്ട് നമുക്ക് കാഴ്ച ആസ്വദിച്ച് പോകാൻ പറ്റില്ല. ഈ റൂട്ടേ മസീനൊടി വഴി ഊട്ടി ആയതുകൊണ്ടേ കണ്ടമാനം വണ്ടികൾ ഈ റൂട്ടിലുണ്ട്. നമ്മളിങ്ങനെ സ്ലോവിലൊക്കെ പോയിട്ട് ഇങ്ങനെ കാടൊക്കെ ആസ്വദിച്ച് വല്ല മൃഗങ്ങളൊക്കെ ഉണ്ടോ നോക്കാൻ നമുക്ക് പറ്റില്ല. ബാക്കിൽ എപ്പോഴും വണ്ടികൾ വരും. അങ്ങനെ പോകുമ്പോൾ നമുക്ക് ഇങ്ങനെ ഇറക്കി കൊടുക്കാനേ നേരം ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ മസീനൊടിയൊക്കെ എത്തി തുടങ്ങി. അത്യാവശ്യം കുറച്ച് കടകളൊക്കെ ഉള്ളൊരു ഭാഗം മസീനൊടി. പിന്നെ മസീനൊടി എത്തുന്നതിന് മുമ്പേ നമുക്ക് ഊട്ടിക്ക് പോകാനുള്ള ഇ പാസ് എടുക്കേണ്ടി വരുന്നുണ്ടാ. അത് നമ്മൾ ഈ കാണുന്ന ഭാഗത്തിന് തൊട്ട് മുമ്പ് ഞാൻ ഇ പാസ് എടുത്തു. അവിടെ ഒരു ചെറിയ ടോളൊക്കെ ഉണ്ട്. ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല. പിന്നെ അവിടെ തന്നെ നമ്മുടെ വണ്ടി നമ്പറും ഡീറ്റെയിലൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവിടെ തന്നെ നമുക്ക് ഇ പാസ് കിട്ടുണ്ടാ. അതിന് നമുക്ക് വേറെ ചിലവുകളൊന്നും വരുന്നില്ല. ആ ടോൾ കിടക്കുന്നതിൻ്റെ ചെറിയൊരു ടോൾ നമുക്ക് കൊടുത്താൽ മതി. പിന്നെ ഭക്ഷണത്തിനായി ഇവിടെ അത്യാവശ്യം ചെറിയ നല്ല ഹോട്ടലുകളും അതുപോലെ തന്നെ വലിയ ഹോട്ടലുകളും ഉണ്ട്. അതുപോലെ തന്നെ വേറെ അത്യാവശ്യം അടകമായ പെട്രോൾ പമ്പും ഉണ്ട് കേട്ടോ. നോക്കിയേ എന്തോരം ജീപ്പുകളെ കിടക്കണല്ലേ ഇവിടെ ഈ ട്രക്കിങ്ങിന് പോകാൻ വേണ്ടിയിട്ടേ. അപ്പോൾ ഈ ജീപ്പുകളെ കിടക്കുന്ന ഭാഗം കഴിഞ്ഞാൽ 2 സൈഡിലേക്ക് വഴി പോകുന്നുണ്ട്. ഒരു വണ്ടി കയറി വരണ്ട. അപ്പോൾ ആ 2 വഴികളാണ് ഫേമസ് ആയ മൂവയാറും സിംഗാരയും മസീനൊടിയിലത്തെ. എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടി കൂടുതൽ കടുവകളെ കാണാൻ കൂടുതൽ ചാൻസ് ഈ മൂവയാറ് സിംഗാറ് റൂട്ടാന്ന് തോന്നുന്നുണ്ട്. കടുവരൊക്കെ ഒരുപാട് സൈറ്റിങ് നമ്മൾ യൂട്യൂബിൽ ഈ മൂവയാറ് സിംഗാര കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോകളൊക്കെ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അറിയാം നമ്മുടെ വീഡിയോകളുടെ റൂട്ട് എങ്ങനെ പോകണമെന്നുള്ളത്. പിന്നെ പുതുതായിട്ടൊക്കെ ആരെങ്കിലും വീഡിയോ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ വഴിക്കൊക്കെ പോവാത്തവരൊക്കെ ആണെങ്കിൽ ചാനലിൻ്റെ മുമ്പത്തെ വീഡിയോകളൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വയനാട് ഊട്ടി എങ്ങനെ കണക്ട് ചെയ്ത് പോകാം എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. അപ്പോൾ യാത്ര ഇഷ്ടപ്പെടുന്നവർ യാത്രാ വിവരങ്ങൾ അറിയുവാനും ശിവസ്മൻ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നത് ഇവിടെ നിങ്ങളുടെ ഊട്ടി വരെയുള്ള വിവരങ്ങളാണ്. അപ്പോൾ താങ്ക്സ് ഉണ്ട്.